അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നെ വളരെ ആകർഷിച്ച ഒരു പേർഷ്യൻ കഥയുണ്ട്. എൻ്റെ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ ദർസിൽ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ടായിരുന്ന ഒരു കഥയാണ്. ഒരിക്കലും ഒരു തോണിക്കാരന് ആ തോണിയിൽ 2 മുതലാളിമാരുണ്ട്. അവരെയും കൊണ്ട് ഇങ്ങനെ പോകുന്നിടയിൽ തോണി മറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ കാരണവശാൽ അതിലൊരാൾ മരണപ്പെടുകയും മറ്റൊരാൾ ജീവിക്കുകയും മറ്റൊരാളെ ഈ തോണിക്കാരൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ കണ്ടു നിന്ന ആളുകളിൽ ആ കൂട്ടത്തിലൊരു ഹാക്കിമായ അതിലൊരു നല്ലൊരു പണ്ഡിതനായ ഒരാൾ അയാളോട് പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ഓരോ കണക്കുകളാണ് അയാൾക്ക് അവിടെ കണക്കാക്കിയതാണ്. അപ്പോൾ ആ കണക്കാക്കിയത് കൊണ്ട് അയാൾ അവിടെ മരിച്ചു. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ എന്ന് തോണിക്കാരനോട് ഇങ്ങനെ പറഞ്ഞു. തോണിക്കാരനോട് ഇയാൾ ചോദിച്ചു, നിങ്ങളോട് ചോദിക്കുന്നതൊന്നും തോന്നരുത്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഇയാളെ മാത്രം രക്ഷപ്പെടുത്താൻ വല്ല കാരണമുണ്ടോ എന്ന് ചോദിച്ചു. ഇയാളെ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുത്തി, എന്നാൽ ഇയാളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റേ ആ മുതലാളിയെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഇയാളെ മാത്രം രക്ഷപ്പെടുത്താൻ ഒരു കാരണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇയാളെ രക്ഷപ്പെടുത്തിയത്. ചെറുപ്പത്തിൽ ഞാനിങ്ങനെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇയാളെ കുതിര ഇങ്ങനെ മുന്നിലൂടെ പോകുമ്പോൾ വല്ലാത്തൊരാശയായിരുന്നു ഇയാളുടെ കുതിരയിൽ കയറണം എന്നുള്ളത്. സാധിക്കില്ല. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അയാളുടെ കുതിര എൻ്റെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് ചോദിച്ചു, മകനെ നീ കുതിരയിൽ കയറുന്നോ എന്ന് ചോദിച്ചു. വല്ലാത്ത സന്തോഷത്തെ എനിക്കൊന്നും മറുപടി പറയാൻ കഴിയാതെ ഞാൻ തലയാട്ടുകയും എന്നെ അയാൾ കയറ്റുകയും അയാൾ ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് ആ കുതിരയുടെ പുറത്തിൽ നിന്നുകൊണ്ട് എനിക്ക് കാണിച്ചു നൽകുകയും ചെയ്തു. അപ്പോൾ ഇക്കാരണത്താൽ എനിക്ക് ഓർമ്മ വന്നതാണ് എനിക്ക് ചെയ്തു തന്ന ആ നന്മ ഓർമ്മ വന്നപ്പോഴേ ഞാൻ അതോർത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ വിധികർത്താവായ ഈ പണ്ഡിതനായ ഇയാളുടെ മറുപടി പറഞ്ഞു, അയാൾ അന്ന് ചെയ്തതിനുള്ള പ്രതിഫലം അയാൾക്ക് ഇന്ന് അല്ലാഹു തആല അയാൾക്ക് ഇന്ന് കൊടുത്തു എന്ന് പറഞ്ഞു. അയാൾ അന്നൊരു നന്മ ചെയ്തതിന് അയാൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് ഇന്നാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ആർക്കൊരു നന്മ ചെയ്താലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ആർക്കെന്ത് ചെയ്താലും അതിനൊരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെങ്കിലും ഒരു നാൾ നമുക്ക് നൽകും. നമ്മൾ ആശ മുറിയാൻ പാടില്ല. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദ്യം നിർത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ ആ ചോദ്യങ്ങളിലായിരിക്കണം എപ്പോഴും നമ്മൾ വലുതിനെ ചോദിക്കുക. അപ്പോൾ അള്ളാഹു നൽകുന്ന ആ പ്രതീക്ഷയിൽ നിന്നും ജീവിക്കുക. അള്ളാഹു നന്മയുടെ ആളുകാരാവാൻ, അള്ളാഹു ഖൈർ മനസ്സിലാക്കുവാനും അതിൻ്റെ ആളുകളായി പ്രവർത്തിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.